ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി ബേസിക്സ് മോഡൽ വണ്ടിയാണ്. അത് ജനറൽ സർവീസ്, അതേപോലെ തന്നെ ചെയിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അതായത് ഓടിക്കുമ്പോൾ ചെയിൻ സൗണ്ട്, പിന്നെ ഫ്രണ്ട് ഫോർക്ക് സൈഡ് ഓയിൽ ലീക്കൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ അതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് വീലൊക്കെ കഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്ക് നമ്മൾ യൂസ് ചെയ്ത കമ്പനി ലൈനർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് നമുക്ക് കിടക്കുന്നത്. നമുക്ക് ചെയിൻ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. ചെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിച്ചു തീർന്നതാണ്. അപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറേണ്ടി വരും, അതേപോലെ തന്നെ വീലിൻ്റെ റബ്ബറുകൾ മാറേണ്ടി വരും, പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഇരിക്കുന്ന ബാറ്ററി നമുക്ക് 2022 മോഡൽ ബാറ്ററിയാണ് ആമറോൻ്റെ. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.89 റേഞ്ചിൽ വോൾട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വോൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. അതേപോലെ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോഴാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ, ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. 2022 മോഡലാണ്, വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആയിരിക്കാം, പക്ഷേ എങ്കിൽ കൂടി നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ടൊന്ന് ചെക്ക് ചെയ്തെന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ നോക്കേണ്ടത് കമ്പനി ഫിൽറ്ററാണ് കിടക്കണേ, വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഓയിൽ ഡേസ് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരല്പം പ്ലേ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം ആ രീതിയിൽ ഓടട്ടെ. പിന്നെയുള്ളത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗമാണ്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക്. അതേപോലെ തന്നെ കാലിപ്പർ ബ്രാക്കറ്റൊക്കെ അതിൽ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട്. അത്രയാണ് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് തന്നെ. മറ്റേ ചെയിൻ സ്പോക്കറ്റും ഉണ്ട് അതിനകത്ത്. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം അത് നമ്മൾ അഴിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നുകൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് സർവീസ്, ഓയിൽ ചേഞ്ച്, ചെയിൻ സ്പോക്കറ്റ് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഡീറ്റെയിലാണ് ഇപ്പോൾ നമ്മൾ അയക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഒരു കേസ് പറയാൻ പറ്റുള്ളൂ, നമുക്ക് എൻ്റെ ഈ ക്ലച്ചിൻ്റെ കേബിൾ കൂടെ ഔട്ട് ശരിക്കും നല്ല രീതിയിൽ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് കംഫർട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടണമായിരിക്കും കേട്ടോ ബെറ്റർ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഓയിൽ ഇട്ട് നോക്കാം. നമ്മളെവിടെ വലിയ മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് മാറ്റിയിട്ടേക്കാം. കാരണം അതല്ലെങ്കിൽ ക്ലച്ച് കേബിൾ പൊട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വന്നേക്കാം. ഞാൻ കേബിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പ്രോബ്ലം ആണെങ്കിൽ മാത്രം നമുക്ക് ചെയ്താൽ മതി. ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി ഇവിടെയൊക്കെ തുരുമ്പുണ്ട്, പക്ഷേ എങ്കിൽ കൂടി നമുക്ക് പ്ലേ അഡ്ജസ്റ്റ് ചെയ്തിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം ആ രീതിയിൽ തന്നെ നിൽക്കട്ടെ. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, അത് ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ പ്ലേറ്റിങ്ങൊക്കെ പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേറ്റിങ് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓയിലേക്ക് വന്നേക്കണേ. അതേപോലെ ഹാൻഡിലിൻ്റെ കോൺസെപ്റ്റ് ചെറിയൊരു അടിയുണ്ട്, അത് ഞാൻ തൽക്കാലം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫോർക്ക് ഓയിൽ സീല്, അതേപോലെ 2 ഫോർക്കിൻ്റെ പൈപ്പ് മാറ്റിയാലാണ് ആ ഭാഗം ക്ലിയർ ആവും. അപ്പോൾ അപ്രോക്സിമേറ്റ് ഞാനിപ്പോൾ ഫോർക്ക് അഴിച്ചിട്ടില്ലെങ്കിൽ കൂടി അതിൻ്റെ പ്രതീക്ഷിക്കുന്ന ഒരു എമൗണ്ടും കൂടി ഉൾപ്പെടുത്തി ചെയിൻ സ്പോക്കറ്റ്, ഫ്രണ്ട് ഫോർക്ക്, അതിൻ്റെ പൈപ്പ് വിത്ത് ഓയിൽ സീല് കാര്യങ്ങളെല്ലാം, എൻജിൻ ഓയിൽ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടൊരു ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. ഫോർക്ക് അഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഞാൻ വീഡിയോസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഫസ്റ്റിലത്തെ ഇതിനകത്ത് നമുക്ക് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ പറയാം. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം റിപ്ലൈ കിട്ടിയാലാണ് അപ്രൂവൽ ആയാലാണ് നമുക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരമാവധി കണ്ടു കഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാൻ മറക്കരുത്. ഓക്കെ.